ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളിലേക്ക് അഡ്മിഷന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്കാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് അപേക്ഷ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഗവൺമെൻറ് എയ്ഡഡിലേക്ക് ഒരു അപേക്ഷയും സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷനുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് നമ്മൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ജില്ലയിലേക്ക് ഒരു അപേക്ഷ കൊടുക്കണം. സെൽഫ് ഫിനാൻസ് സ്വാശ്രയ കോളേജുകളിലേക്ക് ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ലയിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എവിടേക്കാണ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, അത് എന്തൊക്കെ ഫില്ല് ചെയ്യണം, DD എങ്ങനെ എടുക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്യണം. ഈ ഒരു അപേക്ഷ ഫോം നമ്മൾ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്? കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണാൻ സാധിക്കും DLED സ്വാശ്രയ മേഖലയിലെ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൻ്റെ എങ്ങനെയാണോ ഫോം ഡൗൺലോഡ് ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, പ്രോസ്പെക്ടസ് ഉണ്ട്, കോളേജിൻ്റെ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് DD ഓഫീസിലേക്കാണോ അയക്കേണ്ടത് ആ ഒരു DD ഓഫീസിൻ്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യുക. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കോ മൊബൈലിലേക്കോ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്താൽ മതി. പ്രിൻ്റ് എടുത്തിട്ട് അതിൽ 7, 8, 9 ആ 3 പേജാണ് നമ്മൾ DD ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഡൗൺലോഡ് ചെയ്യുന്നു. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും സ്വാശ്രയ മേഖലയിലെ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ കോഴ്സിന് 2024-26 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നുള്ള ഈ ഒരു ഇത് കാണാൻ സാധിക്കും. ഇത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 50% ഓപ്പൺ മെറിറ്റും 50% മാനേജ്മെൻറ്റ് കോട്ടയുമായിരിക്കും ഓരോ മീഡിയത്തിനുള്ളത്. പിന്നുള്ളത് മെറിറ്റ് വിഭാഗം വിദ്യാർത്ഥികളുടെ വാർഷിക ഫീസ് 30,000 രൂപയും മാനേജ്മെൻറ്റ് കോട്ട വിദ്യാർത്ഥികളുടെ വാർഷിക ഫീസ് 35,000 രൂപയായിരിക്കും. അപ്പോൾ ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയതുകൊണ്ടാണ് ഈ ഫീസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് എയ്ഡഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ എക്സാം ഫീസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ആകുമ്പോൾ നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കണം, അവിടെ ഫീസ് ഇല്ല. ഓക്കെ, ഇനി ഇത് അറിയേണ്ടത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. +2 അല്ലെങ്കിൽ തത്തുല്യം. അത് നമ്മൾ ഗവൺമെൻറ് എയ്ഡഡിനുള്ള പോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. അപേക്ഷകർ 1/7/2024 17 വയസ്സിൽ കുറവുള്ളവരോ 33 വയസ്സിൽ കൂടുതലുള്ളവരോ ആകാൻ പാടില്ല. അതായത് ജനറൽ കാറ്റഗറിക്ക് 17 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. SC/ST കുട്ടികൾക്ക് 17 വയസ്സ് മുതൽ 38 വരെ ഉള്ളവർക്കും OBC-കാർക്ക് 17 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഗവൺമെൻറ് എയ്ഡഡിൽ കണ്ട പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ചിട്ട് നിങ്ങളുടെ റിസർവേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റേജ് മാർക്ക് കിട്ടാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗവൺമെൻറ് എയ്ഡഡും സെൽഫ് ഫിനാൻസിങ് കോളേജും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗവൺമെൻറ് എയ്ഡഡിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കോഡ് ഫീസ് സ്റ്റാമ്പോ അല്ലെങ്കിൽ ചെലാനോ ആണ് നമ്മൾ അപേക്ഷ ഫീസായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ ഒന്നെങ്കിൽ കോഡ് ഫീസ് സ്റ്റാമ്പ് ലഭിക്കാത്തവർ ചെലാൻ. ഓക്കെ, കോഡ് ഫീസ് സ്റ്റാമ്പാണ് ഏറ്റവും എളുപ്പം. അത് നമ്മൾ എടുത്തിട്ട് ഒട്ടിച്ചങ്ങ് ഇട്ടാൽ മതി. അത് ലഭിക്കാത്തവർ ചെലാനാണ് നമ്മൾ അയക്കേണ്ടത്. ഏതിന്? ഗവൺമെൻറ് എയ്ഡഡിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ. അതേസമയം സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ കൊടുക്കേണ്ടത് എന്താണ്? DD ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ് നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ സ്വാശ്രയ കോളേജിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൊടുക്കേണ്ടത്. മെറിറ്റ് കോട്ടയിലുള്ള അപേക്ഷയോടൊപ്പം 100 രൂപയ്ക്കുള്ള ക്രോസ് ചെയ്ത ഡിമാൻഡ് ഡ്രാഫ്റ്റ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പേരിൽ വാങ്ങി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടതില്ല. അതായത് SC/ST കുട്ടികൾ നിങ്ങൾക്ക് DD വാങ്ങേണ്ട ആവശ്യമില്ല. പല കുട്ടികളും സംശയം ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മെറിറ്റ് കോട്ടയിലുള്ള അപേക്ഷകർ അതാത് റവന്യൂ ജില്ലയിലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ അയക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ DD എടുക്കണം. DD എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും എടുക്കേണ്ടത്? നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ ജില്ലയിലെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിലായിരിക്കണം നമ്മൾ DD എടുക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് പത്മവിലാസം റോഡ് ഫോർട്ട് PO തിരുവനന്തപുരം എന്നുള്ള ഈ ഒരു അഡ്രസ്സിലാണ് നമ്മൾ DD എടുക്കുന്നത്. അപ്പോൾ DDയിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ തിരുവനന്തപുരം എന്നേ കാണുകയുള്ളൂ. നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു അഡ്രസ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അയക്കാൻ പോകുന്നത് ആ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പേരിലായിരിക്കണം നമ്മൾ എന്തെടുക്കേണ്ടത്? DD എടുക്കേണ്ടത്. ഇനി അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ DD എടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു DDക്ക് നമ്മൾ അപേക്ഷയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഒരു സ്ലിപ്പ് ഉണ്ടല്ലോ, ആ സ്ലിപ്പ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ബാങ്കിൽ കൊടുക്കുന്നത്.
ആ സ്ലിപ്പ് ഫില്ല് ചെയ്യുമ്പോൾ അതിൽ നെയിം ഓഫ് ആപ്ലിക്കൻ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ SSLC ബുക്കിലെ പേര് എങ്ങനെയാണോ ആ പേര് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. അപ്പോൾ ആ ഒരു പേര് നിങ്ങളുടെ ഈ DD-യിൽ വരും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്ലൈ ചെയ്യുന്ന ആളുടെ പേരിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേരുണ്ടായിരിക്കണം. അതിപ്പോൾ നിങ്ങൾ തന്നെ പോയി അപ്ലൈ ചെയ്യണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും പോയി DD എടുക്കാം. പക്ഷേ അതിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കണം, നിങ്ങളുടെ പേര് അതിൽ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് നമ്മൾ ഏത് അപേക്ഷയാണ് അയക്കേണ്ടത്? ഈ അപേക്ഷയാണ് അയക്കേണ്ടത്. പേജ് നമ്പർ 7, പേജ് നമ്പർ 8, പേജ് നമ്പർ 9 നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. DLED കോഴ്സിനുള്ള അപേക്ഷ സ്വാശ്രയം മെറിറ്റ് കോട്ട. ഇതാണ് നമ്മൾ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ തിരുവനന്തപുരമാണോ, കൊല്ലമാണോ, കോട്ടയമാണോ, മലപ്പുറമാണോ, പാലക്കാടാണോ, ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷ അയക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ജില്ലയിലെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് നമ്മൾ അപേക്ഷ അയക്കേണ്ടത്. ഏത് അപേക്ഷയാണ് അയക്കേണ്ടത്? ഈ അപേക്ഷയാണ് അയക്കേണ്ടത്. അല്ലാതെ ഇതിൻ്റെ താഴെ ഒരെണ്ണം കിടപ്പുണ്ട് മാനേജ്മെൻറ്റ് കോട്ട എന്നുള്ളത്. ഇത് മാനേജ്മെൻറ്റ് കോട്ടയ്ക്കുള്ളതാണ്. ഇത് നിങ്ങൾ അതാത് കോളേജിലേക്കാണ് അയക്കേണ്ടത്. പക്ഷേ ഈ മാനേജ്മെൻറ്റ് കോട്ടയുടെ ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഒരു കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വേക്കൻസി ഉണ്ടോ എന്ന് ആദ്യം തിരക്കുക. കാരണം മാനേജ്മെൻറ്റ് സീറ്റൊക്കെ ഓൾറെഡി ബുക്കായി കാണും. കാരണം നിങ്ങൾ അവിടെ സീറ്റ് ഇല്ലാതെ വെറുതെ അയച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ടയുടെ ഫോം എടുത്താൽ മതി. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? മെറിറ്റ് കോട്ടയിലേക്കാണ് കൊടുക്കേണ്ടത്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിലേക്കാണ് ഈ ഫോം അയക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്ന ജില്ല. നിങ്ങളിപ്പോൾ പാലക്കാട് ജില്ലയിലേക്കാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പാലക്കാട് ജില്ല എന്ന് എഴുതുക. പാലക്കാട് ജില്ലയിൽ എത്ര കോളേജ് ഉണ്ടോ അത്രയും കോളേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾ തിരുവനന്തപുരം ജില്ലയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ല എന്ന് എഴുതുക. നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ഏത് ജില്ല വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ കോളേജുകളുടെ എണ്ണമുണ്ട്. അത് നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. താഴേക്ക് പോവാം. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം 19 കോളേജോ ഇല്ല 17 കോളേജുണ്ട്. ഈ ഒരു 17 കോളേജിൽ എത്ര സീറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ സീറ്റുകളുള്ള ജില്ല സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, നമ്മൾ പ്രവേശനം ആഗ്രഹിക്കുന്ന ജില്ല എഴുതി. ബാക്കിയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ ഗവൺമെൻറ് എയ്ഡഡിൽ കണ്ട പോലെ തന്നെയാണ്. നിങ്ങളുടെ പേര്, മേൽവിലാസം, അതിൽ മെയിൽ ID, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുക്കുക. പിന്നെ ജനന തീയതി, ജാതി, മതം, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഗവൺമെൻറ് എയ്ഡഡിൽ കണ്ടതാണ്. അതിൻ്റെ തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോളേജുകൾ നിങ്ങളിവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് എഴുതാനുള്ള സ്ഥലം വളരെ കുറവാണ്. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളുടെ പേര് മുൻഗണനാ ക്രമത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്പർ 1, 2, 3, 4, 5, 6 അങ്ങനെ 10, 15 ഒക്കെ എഴുതാം. പക്ഷേ ആ എഴുതുമ്പോൾ ഈ പറയുന്ന കോളേജിൻ്റെയൊക്കെ പേര് വലിയ പേരുകളാണ്. ഈ പേരൊക്കെ കുറച്ച് ചെറുതാക്കി എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം കിട്ടും. അതായത് ഈ വലിയ പേരുമായിട്ട് കിടക്കുന്നതൊക്കെ KKNM, IT അങ്ങനെയൊക്കെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം കിട്ടും. നിങ്ങൾക്ക് ഈ കോളേജിൻ്റെ പേരെല്ലാം ഇവിടെ എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപേക്ഷാ ഫീസ് സംബന്ധിച്ച വിവരങ്ങൾ. അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ താഴെ ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ നമ്പറുണ്ട്. ആ നമ്പർ എഴുതുക. ഏത് തീയതിയാണോ കിടക്കുന്നത് ആ തീയതി എഴുതുക. ഏത് ബാങ്കാണോ കിടക്കുന്ന ബാങ്കിൻ്റെ പേര് എഴുതുക. ഇത് നിങ്ങൾ ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈ അപേക്ഷ ഫില്ല് ചെയ്യുമ്പോൾ അതിന് കൂടെ വെച്ചിട്ട് അത് നോക്കി അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റാണ്. ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അപേക്ഷയോടൊപ്പം നമ്മൾ എന്തൊക്കെയാണോ അയക്കുന്നത് ആ ഒരു ഡീറ്റെയിൽ ഇവിടെ എഴുതുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഈ വെക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കോപ്പിയാണ് വെക്കേണ്ടത്. അത് നമ്മൾ ഗവൺമെൻറ് എയ്ഡഡിൽ കണ്ട പോലെ തന്നെയാണ് കോപ്പിയാണ് വെക്കേണ്ടത്. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ താഴെ എവിടെയെങ്കിലും സ്ഥലം കാണും. അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഒപ്പിടുക. അപ്പോൾ അത് സെൽഫ് അറ്റസ്റ്റായി. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതേസമയം നമ്മൾ DD ഒറിജിനലാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ DD എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി നമ്മൾ റെഫറൻസിന് വേണ്ടി എടുത്ത് വെച്ചോളുക. ഓക്കെ, പിന്നെ ഈ ഒരു സത്യവാങ്മൂലമൊക്കെ ഒന്ന് വായിച്ചിട്ട് ഇവിടെ അപേക്ഷേൻ്റെ ഒപ്പം എന്നുള്ളിടത്ത് നിങ്ങൾ ഒപ്പിടുക. ഇപ്പുറത്തെ സ്ഥലവും തീയതിയും എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണം. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൻ്റെ അഡ്രസ്സ് ഇവിടെ താഴെ കിടപ്പുണ്ട്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് പത്മവിലാസം എന്നുള്ള ഈ ഒരു അഡ്രസ്സിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ അയച്ചു കൊടുക്കുന്ന കവറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് DLED സെൽഫ് ഫിനാൻസ് ആപ്ലിക്കേഷൻ എഴുതാം. അതുപോലെ നിങ്ങൾ ഗവൺമെൻറ് എയ്ഡഡിൻ്റെ അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മേളിൽ DLED ഗവൺമെൻറ് എയ്ഡഡ് ആപ്ലിക്കേഷൻ എഴുതാം 2024 അങ്ങനെ എഴുതി വെക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് DD ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് നിങ്ങൾ അയച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ സെൽഫാണോ ഗവൺമെൻറ് ആണെന്നുള്ളത് അവർക്കും എളുപ്പമായിരിക്കും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ 2 എന്നുള്ള ഇടത്തിൽ നിങ്ങൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് പത്മവിലാസം റോഡ് ഫോർട്ട് PO തിരുവനന്തപുരം പിൻകോഡ് ഈ ഒരു നമ്പറാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നവർ ഈ ഒരു അഡ്രസ്സ് അതിൽ എഴുതുക. 2 എന്ന് കൊടുത്തിട്ട് ഫ്രം എന്നുള്ളിടത്ത് നിങ്ങളുടെ പേരും നിങ്ങളിപ്പോൾ താമസിക്കുന്ന അഡ്രസ്സും എഴുതുക. നിങ്ങളുടെ മൊബൈൽ നമ്പറും വേണം എഴുതി കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ എഴുതിയിട്ട് നിങ്ങൾക്കിത് സ്പീഡ് പോസ്റ്റായിട്ടോ രജിസ്റ്റർ പോസ്റ്റായിട്ടോ അയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്? 18/7/2024 അപ്പോൾ 18-ാം തീയതിക്കുള്ളിൽ അവിടെ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു അപേക്ഷ അയക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങളുടെ വീടിന് അടുത്താണ് DD ഓഫീസെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്കുള്ള ആപ്ലിക്കേഷൻ കണ്ടു, ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെയും കണ്ടു. ഇനി ഇതല്ലാതെ നിങ്ങൾ എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ഞാൻ ഗവൺമെൻറ് എയ്ഡഡ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, അത് അതാത് എയ്ഡഡ് മൈനോറിറ്റി കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. അതിൻ്റെ കോപ്പിയാണ് നമ്മൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷയും നിങ്ങൾ അതാത് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് 4 രീതിയിലുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും വരുന്നത്. അതായത് ഗവൺമെൻറ് എയ്ഡഡിലേക്ക് ഒരു ആപ്ലിക്കേഷൻ, അതായത് ഗവൺമെൻറ് എയ്ഡഡ് മുഴുവൻ കോളേജിലേക്ക് ഒറ്റ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും ഒരു ജില്ലയിലെ മുഴുവൻ കോളേജിലേക്കും ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി മെറിറ്റ് ഷീറ്റിലേക്ക്. പിന്നുള്ളത് എയ്ഡഡ് മൈനോറിറ്റിയാണ്. എയ്ഡഡ് മൈനോറിറ്റി നിങ്ങൾ അതാത് കോളേജുമായിട്ട് ബന്ധപ്പെടുക, അവർ പറയുന്ന ആപ്ലിക്കേഷനാണ് അവിടെ കൊടുക്കേണ്ടത്. അത് ചിലപ്പോൾ ആ കോളേജിന് ഒരു ആപ്ലിക്കേഷൻ കാണും, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഗവൺമെൻറ് എയ്ഡഡ് ആപ്ലിക്കേഷൻ ആയിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് അതാത് എയ്ഡഡ് മൈനോറിറ്റി കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കുക. 4ാമതായിട്ടുള്ളത് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് സീറ്റാണ്. അത് നിങ്ങൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തതിന് ശേഷം ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് മെറിറ്റ് സീറ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തവരുടെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ആ ലിസ്റ്റ് അവർ PSCക്ക് അയച്ചു കൊടുക്കും. PSC ഫൈനൽ ലിസ്റ്റ് വരും. ആ ഒരു ഫൈനൽ ലിസ്റ്റിൽ നിന്നാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ അതിൽ ഷുവർ ലിസ്റ്റ് ഉണ്ടാകും, വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാകും. ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ ഉറപ്പാണ്. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ഷുവർ ലിസ്റ്റിൽ ഉള്ള കുട്ടികൾ വരാതിരിക്കുകയാണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികളെയും പരിഗണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നത് എവിടെയാണ്? DD ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ വരും. പിന്നെ നിങ്ങൾക്ക് DD ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിലും റാങ്ക് ലിസ്റ്റ് വരും. പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരാം, മീൻസ് നിങ്ങളെ പോസ്റ്റലായിട്ടും അറിയിക്കാറുണ്ട്. അപ്പോൾ അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്ക് അതാത് സമയങ്ങളിൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.